അപ്പം ലാസ്റ്റ് ഡേ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാമോ? ഞങ്ങൾ റൂമിൽ എത്തി കഴിഞ്ഞപ്പോൾ ലഗേജും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്യാൻ കിടക്കുമായിരുന്നേ. രാവിലെ ഒന്നും പാക്ക് ചെയ്യാതാണ് നമ്മൾ പാലസൊക്കെ കാണാൻ വേണ്ടി പോയത്. അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി എത്തിയപ്പോഴാട്ടെ സമയം 12 മണിയായി. ഇനി 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. 12 മണിക്കാണ് ഞങ്ങൾ റൂമിൽ എത്തിയത്. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് സാധനം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ ഇവളുമാരൊരു തരത്തിൽ സമ്മതിക്കത്തില്ലായിരുന്നു. ഇവളുമാർ ഈ കട്ടിലേക്ക് കിടക്കുന്നതിനുള്ള അടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുവാണേ. ഈ സൈഡിൽ നിന്ന് കുഞ്ഞമ്മ ഉള്ളമാരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിയ സമയം അപ്പം തന്നെ 12:30 പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി റൂം പൂട്ടി താക്കോല് താഴെ റിസപ്ഷനിൽ കൊടുത്തിട്ട് പോകാമെന്ന് ഓർത്തെ. വെളിയിലോട്ടിറങ്ങിയപ്പോൾ അമ്മാതിരി ചൂടായിരുന്നു. എന്താ ചൂട്! ഈ സമയത്ത് ഇവിടെ വരാൻ പറ്റിയൊരു ക്ലൈമറ്റേ അല്ല, കാരണം നല്ല ചൂടുള്ള സമയമാണ്. ഈ ഡിസംബർ മാസമാണ് അവിടെ നല്ല ക്ലൈമറ്റ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ക്ലൈമറ്റ് നോക്കി വരിക. ഈ സമയത്ത് ഞങ്ങളെപ്പോലെ ചൂട് അനുഭവിക്കുക വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഇവിടുന്ന് പിന്നെ ഒരു ബസ്സിൽ പോകാമെന്നുള്ള ഒരു ധാരണയിൽ ഇറങ്ങിയപ്പോൾ ഈ വെളിയിൽ ഇങ്ങനെ ഈ കൃഷ്ണനും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. കൃഷ്ണനാണോ അല്ല ഗണപതി. ആ ഗണപതിയുടെ അടുക്കൽ നിന്നുള്ള പൊട്ടും കുങ്കുമൊക്കെ ഇവരൊക്കെ തൊട്ടിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഈ സൈഡിലൊരു പൂ നിൽപ്പുണ്ട്, നല്ല രസമാണ്, നമ്മുടെ അരുളിപ്പൂ. പിന്നെ ബസ് നോക്കി നിന്നപ്പോൾ തന്നെ നമുക്ക് ഷെയർ ഓട്ടോ കിട്ടി. എന്തായാലും ഷെയർ ഓട്ടോ കയറി പോകാമെന്ന് ഓർത്ത്. ഇത്രയും പേരുള്ളത് കൊണ്ട് നമുക്ക് ബസ്സിൻ്റെ അകത്ത് ആണെങ്കിൽ ഫ്രീ ആയിരുന്നു ലേഡീസിനൊക്കെ. പിന്നെ ഇതിനകത്ത് കയറി എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് 100 രൂപയുള്ളൂ. ബസ് സ്റ്റാൻഡല്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ കേട്ടോ. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകേണ്ടത്. അങ്ങനെ ഇവിടുന്ന് കയറി എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ നല്ല ചളിയൊക്കെ അടിച്ചുകൊണ്ടാണ് പോയത്. എന്നെ ട്രോൾ ചെയ്യാൻ കിട്ടിയ ഒരവസരങ്ങളും ഇവർ പാഴാക്കിയില്ല. സോനു സോനു ഇത് കേരളമല്ല, കുണ്ടിയല്ലേ ഇരിക്കുന്നത്, ഞാനല്ലല്ലോ. സോനു നിനക്ക് എന്ത് പറ്റി? സോനുവിനിപ്പോൾ എന്തെങ്കിലും ഒരു കൂളായിട്ട് ഗുളിക ഇപ്പൊ കഴിച്ചുകൊണ്ടങ്ങ് മാറും. മറ്റേ രാവിലെയോ? നമ്മൾ രാവിലെ അല്ലേ? ഒന്നുകൂടെ കുഞ്ഞവേ, ഒന്നുകൂടെ മാമ ഏമാ മാമ സാരിമ കിടക്കുമ്പോ മാമ എന്താ കടയിൽ ഹോൾസെയിൽ മാമ ഈ മാ കൂട്ടി അവള് പിടിച്ചു നിന്ന് അങ്ങ് കേരളത്തിലെ പോലെ അങ്ങ് പിണങ്ങുവാ. അല്ല, അമ്മാവന്റെ മക്കളോട് പിണങ്ങുന്ന പോലെ ഓട്ടോക്കാരോടൊക്കെ പിണങ്ങും. കേറത്തില്ല, അതിന്റെ അപ്പുറം 2 കിലോമീറ്റർ നടന്നിട്ട് 150 എന്നാ കേറാൻ അതേ ബോംബെ സ്വീറ്റ്സ് ഉണ്ട്. இந்த തലേ அந்த വെയിലേക്ക് കൊടുക്കാതമ്മാ. അല്ല, ബോംബെ സ്വീറ്റ്സിന് വേണ്ട, ഇവിടെ ഇരിക്കും. നമുക്ക് പിന്നെ കഴിക്കാൻ നേരം ഇറങ്ങി ബോംബെ സ്വീറ്റ്സ് മേടിച്ചും കയറാം. താങ്ക് യു ഡ്രൈവിംഗ് സ്കില്ല് പറയാതിരിക്കാൻ വയ്യ. 3 ചക്രമുള്ള വണ്ടിയുടെ ഒറ്റ ചക്രത്തിലാവും. ഇപ്പൊ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കണേ. അതാണ് ഡ്രൈവിങ്. തമിഴൊക്കെ എന്തായാലും ഉച്ച സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വേഗം തന്നെ കിട്ടിയേ. ഇവിടെ ആണെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വൈകിട്ടത്തെ ടിക്കറ്റിന് നമുക്ക് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് എടുത്താൽ മതിയായിരുന്നു. ഈ വണ്ടി കണ്ടിട്ട് കുഞ്ചിക്കും നന്ദുവിനും ഇതിനകത്ത് കയറണമെന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവരുടെ വിചാരം ഇതെന്തോ കളിക്കുന്ന പാർക്കിൽ വന്നതുപോലെയാണ്. നല്ല രസമാണ്. ഈ ചേട്ടൻ ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് ഇവിടെ എല്ലാം നടക്കുവേ. പിന്നെ ഞാനാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരോട് വന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു തരാം. നമുക്ക് ആ ലഗേജ് അകത്തുള്ളിൽ വെക്കാം. കാരണം ഇത്രയും നേരം ആയതുകൊണ്ട് നമ്മൾ ലഗേജ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അകത്ത് ലോക്കറിൽ സൂക്ഷിക്കാൻ വെച്ചിട്ടാണ് വെളിയിലോട്ട് ഇറങ്ങിയത്. ഒരു ബാഗ് സൂക്ഷിക്കുന്നതിന് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് കൊടുത്ത് ഞങ്ങളുടെ 3 ബാഗ് ഉള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും ആ ബാഗ് എല്ലാം കൊടുത്ത് വെളിയിൽ നമ്മൾ ഇറങ്ങി. അതിനകത്ത് തന്നെ നല്ല കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളും എല്ലാം കിട്ടും. നോർമലി ഉള്ള റേറ്റ് തന്നെയാണ്, അധിക ചിലവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അവിടെ. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഉച്ച സമയമല്ലേ നമുക്ക് ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പം കുഞ്ഞമ്മയ്ക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വിശക്കുന്നില്ലെങ്കിൽ വിശക്കുന്നവരുമായിരിക്കും. കുക്കുവിനും നന്ദുവിനും സോനുവിനും നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടാണ് പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇവിടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് കിടക്കുമ്പോൾ നമ്മൾ വന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കടയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വൃത്തി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ 4 പേരും കൂടെ ഇവിടെ വന്ന് കഴിക്കായിരുന്നു. അപ്പം ഇവർ 2 പേരും മഷ്റൂം ബിരിയാണിയാണേ പറഞ്ഞത്.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു. പിന്നെ ഇവരുടെ അതിനകത്ത് നിന്ന് കൈയിട്ട് വാരി കടിക്കുമ്പോൾ ഒരു പ്രത്യേകത രുചി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അത് നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ നന്ദപ്പം നല്ല വിശന്നിരുന്നുകൊണ്ട് അവൾ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് ചോറ് കഴിക്കാനായിരിക്കും ഇഷ്ടമെന്ന്. പിന്നെ ചോറ് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നോ എന്തോരം കറികളാണ്. പച്ചക്കറിയിൽ ഇത്രയും വെറൈറ്റികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇവരെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ലായിരുന്നു. നമ്മൾ പത്തെങ്കിലും ഇവരുടെ ഈ ചോറിന് കൊടുക്കും. അതന്നല്ല, നമുക്ക് ഇഷ്ടം പോലെ അവർ തരും. എനിക്കാണെങ്കിൽ ഈ തമിഴ്നാട്ടിലെ റൈസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കതും വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കും. മറ്റേ വലിയ ഉണ്ടേരി അല്ലല്ലോ നമ്മുടെ ഇവിടെ, മട്ടേരി അല്ലല്ലോ. പക്ഷേ ഇത് നല്ല രസമായിരുന്നു കഴിക്കാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ സാമ്പാർ, ഇത് വഴുതനങ്ങ സാമ്പാറാണേ, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു വട്ടം മഷ്റൂം ബിരിയാണി വാരി തന്നുകൊണ്ട് സോനുവിനെ കൊണ്ട് 2-3 വട്ടം വാരി തരിയിപ്പിച്ച് നല്ല ടേസ്റ്റ് കാരണം. പിന്നെ നമ്മുടെ ഊടും കൂടെ നമ്മൾ കുഴച്ച് വാരി കഴിച്ച്. ഇവിടുത്തെ പപ്പടവും വലിയ പപ്പടമായിരുന്നേ. ഞാനാണെങ്കിൽ പപ്പടം നമ്മുടെ പായസത്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ച്. കാരണം എനിക്കെപ്പോഴും പായസത്തിൻ്റെ കൂടെ നമ്മുടെ പപ്പടം ഇങ്ങനെ കുഴച്ച് കഴിക്കാനാണ് ഇഷ്ടം. അതുപോലെ ഇലക്കറികളും എല്ലാം ഒന്നൊന്നും വെച്ചാണ്. ഇത് തൊമരപ്പായസമാണ്. നമ്മുടെ വീട്ടിലൊക്കെ സാമ്പാർ വെക്കുന്ന തൊമര ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത്. അത് ഞാനിങ്ങനെ നമ്മുടെ പപ്പടമായിട്ട് കൂട്ടിക്കുഴച്ച് വയറ് നിറച്ച് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇനിയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും മേടിക്കണം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ബോംബെ സ്വീറ്റ്സോ അങ്ങനെ എന്തൊരു സ്വീറ്റ്സ് കടയുണ്ടായിരുന്നു. ആദ്യം അങ്ങോട്ടാണ് ഞാൻ പോയത്. കുഞ്ഞമ്മയൊക്കെ ഇവിടെ എന്നെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഈ മുറുക്ക് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇവിടുത്തെ പാരമ്പര്യമായിട്ട് വരുന്ന മുറുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് ദിവ്യ സ്വീറ്റ്സ് എന്ന് പറയുന്നിടത്താണ്. അത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് മാർക്കറ്റ് റോഡിനകത്താണെന്ന് പറഞ്ഞത്. അവിടാണ് ഈ പണ്ട് മുതലേ കൈമാറി വന്നൊരു കടയാണെന്ന് പറഞ്ഞു കേട്ടോ. അവിടാണ് ഇവിടുത്തെ ഈ കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന സ്വീറ്റ്സ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പേടയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ആദ്യം മേടിച്ചത്. അതൊന്നും അവിടെ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അതെല്ലാം ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാം മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പുറത്തെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ രണ്ടിടത്തെ റേറ്റ് നോക്കാൻ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അവർ തന്നെയാണ് ഇവിടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്, ഒരിടത്തുനിന്ന് സാധനങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടതെല്ലാം മേടിച്ചിട്ട് അവർ പറഞ്ഞ ആ ദിവ്യ എന്ന് പറയുന്ന കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ KSRTCക്ക് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യാമല്ലോ, പൈസയൊന്നും വേണ്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ പിന്നെ ഒരു ഗുണം, നടിയിരിക്കുന്ന പേട എൻ്റെ പൊന്നു മക്കളെ, ഒരു വെട്ടമെങ്കിലും നിങ്ങളിവിടെ വന്നാൽ മസ്റ്റ് ട്രൈ ആണ് ഒരു ഐറ്റമാണ്. അത്രയും ടേസ്റ്റാണ്. പിന്നെ ഒരു പ്രത്യേകത, നമുക്ക് കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ട മാത്രം സാധനങ്ങൾ മേടിച്ചാൽ മതി. അല്ലാതെ ഈ ബോക്സിലിരിക്കുന്ന ഭംഗി കണ്ടൊന്നും മേടിക്കണ്ട. നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. അപ്പോൾ നമ്മളത് മേടിച്ച് കഴിച്ച് ആ രുചി അറിഞ്ഞിട്ട് മേടിച്ചാൽ മതി. ഞങ്ങൾ ഇതെല്ലാം 2 ബോക്സ് വീതം എടുത്ത്. കാരണം അത്രയും ടേസ്റ്റായിരുന്നു. ഇന്ന് വരെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു സാധനം ഇല്ല, നമ്മൾ കഴിച്ചിട്ടില്ല, ഇനിയോട്ട് കഴിക്കത്തില്ല. അത്ര അടിപൊളി സാധനം. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബോംബെ ബസാർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിയോട് ഇത് മേടിക്കാൻ നേരം ഞാൻ പറഞ്ഞപ്പോൾ അവർ ഇത്രയും ഒരു വലിയൊരു പീസാണ് തന്നത്. അങ്ങനെയാണ് ഞാനപ്പോൾ ഇത് മേടിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ കുഞ്ഞമ്മയോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മ നമുക്കിത് മേടിക്കാം, കാരണം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ അലുവ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ആ റെഡ് കളർ, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർ കൊണ്ടുവന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഇത്രയും വലിയൊരു പീസ് നമുക്ക് കൊണ്ടു തന്ന്. അതെല്ലാം ഞാനിങ്ങനെ കഴിച്ച് നോക്കുവാണ്. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് പോയത്. ഇതിനകത്ത് AC റൂമാണ്. ഈ മേടിച്ച സാധനം നമ്മുടെ ലോക്കറിൽ ഇരിക്കുന്ന ബാഗിൽ വെക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ആ ചേച്ചി നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ അതെല്ലാം എടുത്തു തന്ന്. പിന്നാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്ന സമയത്താണെങ്കിൽ സോനു കുഞ്ചൻ്റെ നന്ദുവിൻ്റെ എല്ലാം തലമുടി കെട്ടി കൊടുക്കുകയാണ്. ഇവളുമാർക്ക് മുടി കെട്ടും, കുറച്ച് നേരം കഴിയുമ്പോൾ ഇവളുമാർ ഉഴപ്പും, മുടി കെട്ടും. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാവരും കൂടെ ഷെയർ ഇട്ടിങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ അവിടെ എല്ലാം ഇരിക്കും. കുഞ്ഞമ്മയാണ് ഫാനിൻ്റെ സൈഡ് നോക്കി താഴോട്ട് ഒറ്റ ഇരുത്തിയിരുന്ന്. കുഞ്ചിയെ വിളിച്ച് മടിയിലിരുത്തി അപ്പം നന്ദു പോയിരിക്കും. പിന്നെ ഇവളുമാർ തമ്മി കരച്ചിലും ബഹളവും ഒക്കെയാവും. ഇത്രയും നാളില്ലാത്ത സ്നേഹമാണ് നന്ദുവിന് ഇപ്പോൾ കുഞ്ഞമ്മയോട്. കാരണം കുഞ്ചി മാറിയിരുന്ന് കരഞ്ഞപ്പോൾ തന്നെ നന്ദു മടി പോയിരുന്നു. അത് കണ്ടപ്പോൾ കുഞ്ചി ഒന്നുകൂടെ കരയാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല, കുട്ടിക്ക് കുശുമ്പൊട്ടില്ലെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ആണെങ്കിൽ നന്ദുവിനെ ഞാൻ എത്ര വിളിച്ചിട്ടും വരുന്നില്ല. അവൾ പറയുകയാണ് ഞാൻ കുഞ്ഞമ്മയുടെ മടിയിലേ ഇരിക്കത്തുള്ളൂ, ഞാൻ വരത്തില്ലെന്ന്. പിന്നെ
കുഞ്ഞമ്മ അവളെ എടുത്തുകൊണ്ട് എന്തായാലും അവിടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞങ്ങൾ വെളിയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഞങ്ങളോട് പറയണം ഒറ്റ ഒരെണ്ണം എൻ്റെ കൂടെ വരരുത്, ഞാനും കുഞ്ചി മാത്രമേ പോകുന്നുള്ളെന്ന്. അപ്പോൾ ഏതാണ്ട് സമയം ഒരു 4:30 4:45 അപ്പം രാത്രി കഴിക്കാനുള്ള ഫുഡ് എന്തെങ്കിലും കരുതാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ നല്ല ചായ അടിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തന്നെ ഒരു ചായ കുടിച്ചിട്ട് പൊറോട്ട വല്ലതും മേടിക്കാമെന്ന്. ഇവിടെ ആണെങ്കിൽ ഇപ്പോഴെങ്ങും പൊറോട്ട അടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ 6 മണിയാകും പൊറോട്ട അടിക്കണമെങ്കിൽ 6:30 കഴിയുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ സമയത്തേക്ക് ഇപ്പുറത്ത് നിന്ന് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഈ അച്ഛൻ്റെ കടയിലാണ് ചായ കുടിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ ചായക്ക് 20 രൂപയാണ് വില വരുന്നത്. പക്ഷേ നമ്മുടെ പാൽ ചായയാണ്, പശുപാലാണോ എന്ന് എനിക്കൊരു ഭയങ്കര സംശയമായിരുന്നു. കാരണം ആ ഒരു ടേസ്റ്റേ അല്ലായിരുന്നു. ഇവിടെ പശുപാലല്ല, കൂടുതലും എരുമപ്പാലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ബലമായ സംശയം അത് തന്നെയാണ്, ഇതാണത് കേട്ടോ, വേറെ അതല്ല. പിന്നെ ഒടുക്കലത്തെ മധുരമായിരുന്നു. നമ്മൾ ശർക്കര കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞാലും അച്ഛനങ്ങ് വാരിക്കോരി ശർക്കര വിളമ്പിയതിനകത്ത്, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നാണെങ്കിൽ ഞാൻ സമൂസ വേണമെന്ന് പറഞ്ഞ്, പിന്നെ ഇവിടെ പൈസയായിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അവർ GPay എടുക്കത്തില്ലെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ പൈസയായിട്ടല്ല കയ്യിലിരിക്കുന്നത്, GPay ആണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പിന്നെ അകത്തുനിന്ന് പോയി GPayയുടെ സാധനമെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് തന്നത്. പിന്നെ അങ്ങനെ GPay ചെയ്ത് നമുക്ക് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ഗ്ലാസ്സുമാണ്. നമുക്ക് ഒരു ചായ ഒന്നും നമ്മുടെ നാട്ടിലെ ഗ്ലാസിൻ്റെ പകുതിയേ ഉള്ളൂ ഇവിടുത്തെ ചായ. അത് പേപ്പർ കപ്പായാലും അങ്ങനെയാണ്, അല്ലാത്ത കപ്പായാലും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സാധനം നമ്മൾ മിക്സ് ചെയ്ത് വേണേൽ കുടിച്ചോണ്ട് ഇങ്ങനെ പാലിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഇതിട്ട് തരും. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ചായ. പക്ഷേ നന്ദുവിന് എന്തായാലും ഇഷ്ടപ്പെട്ട്, കാരണം അത്രയും മധുരം ഉണ്ടായിരുന്നു ഇതിനകത്ത് കേട്ടോ. അതുകൊണ്ട് അവൾ നല്ലപോലെ കഴിച്ച്. മധുരമുള്ള സാധനങ്ങളോട് പിള്ളേർക്ക് കുറച്ച് ക്രേവിങ്സ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ഇതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇതൊന്ന് മിക്സ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് മിക്സ് ചെയ്ത് നമുക്ക് തന്നത്. തന്നപ്പോൾ എന്തായാലും ഏകദേശം നമ്മുടെ ചായയുടെ ഒരു കളറൊക്കെ എത്തി. പിന്നെ ഒരു സമൂസ മേടിച്ച് നന്ദുവിന് കൊടുക്കാമെന്ന് വിചാരിച്ച് താഴോട്ടിരുന്നേ. ഇവളാണെങ്കിൽ സമൂസ നല്ല ഇഷ്ടപ്പെട്ട്, കാരണം എരിവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വയറ് നിറച്ച് കൊടുത്താൽ ഇവളുടെ ബഹളമില്ലാതെ ഇവൾ പിടിക്കുക, അലമ്പും കാണിക്കത്തില്ല. അതുകൊണ്ട് ഇവക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച്. ഇപ്പുറത്ത് പൊറോട്ട ആയോ എന്നാണ് ഞാൻ സൈഡിൽ നിന്ന് നോക്കിയത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഒന്നും പൊറോട്ട ആവാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ കുപ്പി ഗ്ലാസ് മാറ്റി പേപ്പർ ഗ്ലാസ്സിൽ സാധനം മേടിച്ച്. കാരണം അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് മാറി നിന്ന് നമുക്ക് തിരക്കൊഴിഞ്ഞെടുത്ത് നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. പിന്നെ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകാനുള്ള ട്രെയിൻ വരാൻ എന്തായാലും സമയമായി. ഇവിടെ പൊറോട്ട മേടിക്കാൻ ഞങ്ങൾ ആദ്യം പൊറോട്ട മേടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പൊറോട്ടയ്ക്ക് ഒരെണ്ണത്തിന് 30 രൂപയായിരുന്നു. അതുകൊണ്ട് ഒരു പൊറോട്ട ഞങ്ങൾ മേടിച്ചുള്ളായിരുന്നു. അതിൽ കൂടുതലും പൊറോട്ടയൊന്നും മേടിക്കാൻ നിന്നില്ല, കാരണം 30 രൂപ കൊടുത്ത് 2-3 പൊറോട്ട മേടിക്കുമ്പോൾ എന്ത് പൈസയാണ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ ദാണ്ട് ഇവിടെ എത്തി. കാരണം 6:30 പറഞ്ഞെങ്കിലും ട്രെയിൻ എത്തിയപ്പോൾ 7 മണി കഴിഞ്ഞായിരുന്നു. അത്രയും നേരം പിന്നെ ഒട്ടുകാലത്തെ തിരക്കായിരുന്നു. കാരണം ഇവിടുന്ന് എറണാകുളം പോകുന്ന ട്രെയിനല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അകത്ത് കയറാനുള്ള ഇടിയാണ്, പുറത്ത് ഇറങ്ങാനേ ആൾക്കാരെ സമ്മതിക്കുന്നില്ലായിരുന്നു, അത്രയും ഇടിയായിരുന്നു അകത്തോട്. നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലാണ് ഇങ്ങനെ. അതിന് മുമ്പ് നമ്മൾ ബുക്കൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നും കിടന്നൊക്കെ വരാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ആരും എണ്ണീറ്റൊന്നും തരത്തില്ല, ആവശ്യക്കാർ വേണേൽ എണ്ണീക്കുമ്പോൾ തന്നെ ഇരുന്നോണം. പിന്നെ ഇപ്പുറത്തിരുന്നൊരു ചേട്ടന് ഒരു പാവത്താൻ തോന്നി, നന്ദപ്പനെ എടുത്തുകൊണ്ട് കുറേ നേരം നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് അവരൊന്ന് ഒതുങ്ങി തന്നത്. അങ്ങനെ ഞാനൊന്ന് സൈഡിൽ ഇരുന്ന്, ഞാൻ നന്ദുവിനെയും കൊണ്ട് ഇരുന്നപ്പം നന്ദുവിന് നിന്നാൽ മതി, സോനു എടുത്താൽ മതി, അതായിരുന്നു അടുത്ത ബഹളങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സീറ്റിൽ സ്ഥലം കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന്, പിന്നെ അപ്പുറത്തിരുന്ന ചെറുക്കനെ, ഒരു ബംഗാളി ചെറുക്കനെ എൻ്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് ആ ചെറുക്കൻ അവരോട് ചോദിച്ചപ്പോഴാണ് കുഞ്ഞമ്മ ഇരുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ എറണാകുളം എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു സമാധാനം. കാരണം നമ്മുടെ നാട്ടിലെത്തുമ്പോഴത്തേക്കൊരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ സമയം ഒരു 7 മണി ആവാറാവുന്നേ ഉള്ളായിരുന്നു. 7:30ക്കും 7:45 എല്ലാം ട്രെയിൻ ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്, ഫുഡ് കഴിക്കാതെ എന്തായാലും പോകേണ്ട, വീടെത്തുമ്പോൾ 9-10 മണി ആവുമല്ലോ. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു കടയിലാണ് കയറിയത്. പക്ഷേ നീറ്റുമാണ്, നല്ല ഫുഡുമാണ് കേട്ടോ. അടിപൊളി പൊറോട്ട ആയിരുന്നു. കല്ലിൽ നടിച്ച് ചൂട് പൊറോട്ട കഴിച്ചപ്പോൾ എൻ്റെ പൊന്നു മക്കളെ 3-4 ദിവസം ആ തഞ്ചാവൂർ കിടന്ന് ഓടിയതിൻ്റെ ക്ഷീണമല്ല, ആ പൊറോട്ടയ്ക്കകത്തങ്ങ് തീർന്നു പോയി. അത്രയും അടിപൊളി പൊറോട്ടയായിരുന്നു. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഈ ഹോട്ടൽ വരുന്നത്. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ വിചാരിച്ച് സെറ്റപ്പ് കണ്ടപ്പോൾ വലിയ റേറ്റാണെന്ന്. പൊറോട്ടയ്ക്ക് 12 രൂപയാണ്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മുട്ടക്കറിയും കടലക്കറിയും എല്ലാം മേടിച്ചെന്ന് തോന്നുന്നു. അതിനെല്ലാം 30 രൂപ വീതമേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടുത്തെ ചായ
അത് എടുത്തു പറയണം. അടിപൊളി ചായയായിരുന്നു. നമ്മുടെ ആവശ്യാനുസരണം അവർ കൊണ്ടുവെക്കും. കറിയൊക്കെ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് കഴിക്കാം. അത്രയും കൂടുതൽ കറിയാണ്. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ കറി അവർ തരുന്നത് കേട്ടോ. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കറി എടുക്കാം. ഗ്രേവി പറഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും കൊണ്ടുതരും. കഴിച്ചിട്ട് വേഗം തന്നെ നമുക്ക് വിശ്രമ ഏരിയ ഉണ്ടല്ലോ ലേഡീസിൻ്റെ, അവിടെ വന്ന് നമ്മളൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി റെഡി ആയപ്പോഴാണ് തന്നെ എൻ്റെ മോന്തയ്ക്ക് വന്ന് ഈ വമ്പം കുരു ഞാൻ കണ്ടത്. തൊട്ടപ്പോൾ ഒരു വേദന വന്നു, അങ്ങനെയാണ് അത് നോക്കിയത്. അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ട് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരുമെന്ന്. എന്നാൽ പിന്നെ വേഗം നമ്മുടെ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മുടെ 3ാമത്തേലാണ് വന്ന് കിടക്കുന്ന ട്രെയിനിൽ നിന്ന് അനൗൺസ്മെൻറ്റ് കേട്ടുകൊണ്ട് ഞാൻ നന്ദപ്പൻ ഈ സാധനവും കൂടെ മേടിച്ചുകൊണ്ട് പോക്കോണും കൂടെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഓടി കയറുവാണ്. ഈ സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഓടേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ എനിക്ക് ഈ റെയിൽവേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതാണ് ഈ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ബാഗുമായിട്ടൊക്കെ ചുമന്ന് കയറുന്ന നമ്മുടെ ഉപ്പാടും ചാപ്പാടും അവിടെ പോകും. അങ്ങനെ മേളിലോട്ട് കയറി നമ്മുടെ ട്രെയിൻ അപ്പോഴത്തേക്ക് വന്ന് കിടക്കുമായിരുന്നു. നമുക്ക് ഓടി കയറേണ്ട താമസമുള്ളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിച്ചതിൻ്റെ പിണക്കമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ സാധനം അവൾ ആർക്കും കൊടുക്കത്തുമില്ല, എന്നാൽ കുഞ്ചി മേടിക്കുന്ന സാധനം മൊത്തം അവൾ തിന്നുകയും ചെയ്യും. അതങ്ങനെ ശരിയല്ലല്ലോ, എല്ലാ സാധനവും എല്ലാവർക്കും ഷെയർ ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ട്രെയിനകത്ത് നമ്മളെല്ലാവരും കയറി. നമുക്ക് സീറ്റൊക്കെ കിട്ടിയായിരുന്നു. മെമ്മോ ആയിരുന്നു നമ്മുടെ, അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. കോട്ടയം വഴി കറങ്ങി വരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി നമ്മുടെ കായംകുളം എത്താനെന്നേ ഉള്ളായിരുന്നു. ഒരു 11:30 ആയായിരുന്നു. അല്ലാതെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഇത്രയും ഇടുങ്ങിയും പിടുങ്ങിയും ഒന്നും അല്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നല്ല സീറ്റ് കിടപ്പുണ്ടായിരുന്നു അവിടെ എല്ലാം. കുഞ്ചനാണെങ്കിൽ പിണങ്ങിയിരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാവരും കൂടെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് പിന്നെ ഇപ്പം നമ്മുടെ വീടെത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ 3-4 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ദാണ്ടെ വീട്ടിലോട്ട് വരുവാണ്. വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടക്കണം കുളിച്ചിട്ട്. അതാണ് എൻ്റെ മനസ്സിൽ മൊത്തം. അങ്ങനെ ഈ എല്ലാവർക്കും ഭയങ്കര വിഷമം ഇത്രയും ദിവസം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഇനിയും 3-4 ദിവസം ഒന്നിച്ചിരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരു യാത്ര പെട്ടെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വിഷമമാണ്. പിന്നെ സോനുവിനെ കണ്ടില്ലേ, എവിടെ കിടന്നാലും ഉറങ്ങും. അതുകൊണ്ട് പിന്നെ അവൾക്ക് ഉറക്കക്ഷീണവേ ഇല്ല. അത് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എനിക്കും മനസ്സിലായി. പിന്നെ ആണെങ്കിൽ നന്ദപ്പനാണെങ്കിൽ എന്നോട് പിണങ്ങി സോനുവിൻ്റെ അടുക്കൽ പോയി കിടക്കുവാണേ. അങ്ങനെ നമ്മുടെ കായംകുളം എത്തിയപ്പോൾ തന്നെ നമ്മളൊരു നാരങ്ങ വെള്ളം മേടിച്ച് അടുത്ത ബസ്സിന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.